കടുത്ത സാമ്പത്തിക ബാധ്യത, പ്രിയപ്പെട്ടവരുടെ മരണം, നമ്മുടെയൊക്കെ ജീവിതം കീഴ്മേൽ മറിയാൻ ഇങ്ങനെ നിമിഷ നേരം മതിയല്ലേ. വയനാട് ബത്തേരി സ്വദേശി ജിനേഷും ഭാര്യ രേഷ്മയും 4-5 വർഷം മുൻപ് വരെ ഏറെ സന്തോഷത്തോടെ കഴിഞ്ഞൊരു കുടുംബമാണ്. പിന്നീട് കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച സാമ്പത്തിക ബാധ്യത, അതിനെ മറികടക്കാൻ ബ്ലേഡ് മാഫിയയിൽ നിന്നും പണം കടം വാങ്ങുന്നു. അതോടെ തുടങ്ങിയതാണ് ഇവരുടെ ദുരിതം. കടം വീട്ടാൻ ജിനേഷ് ഇസ്രായേലിലേക്ക് ജോലി തേടിപ്പോയി. അവിടെ വെച്ചുള്ള ആകസ്മിക മരണം. കഴിഞ്ഞ ദിവസം കേട്ടത് രേഷ്മ ആത്മഹത്യ ചെയ്തെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഇതോടെ ജിനേഷിൻ്റെ മരണത്തിലും ദുരൂഹത സംശയിക്കുന്നു. 2 പേരുടെയും മരണത്തിൽ ബ്ലേഡ് മാഫിയയ്ക്ക് പങ്കെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജിനേഷ് ബീനാച്ചി പുഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് 20 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ജിനേഷ് ഒപ്പിട്ട് നൽകിയ ചെക്കുകളും മുദ്രപത്രങ്ങളും ഉപയോഗിച്ച് വീടും ഭൂമിയും തട്ടിയെടുത്തതിൽ മനംനൊന്താണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. വിവിധ ഘട്ടങ്ങളിലായി പലിശ സഹിതം തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിട്ടു. ജിനേഷ് ഇസ്രായേലിലേക്ക് പോകും മുമ്പ് ഈ സംഘം മർദ്ദിച്ചതായും പരാതിയുണ്ട്. ആറുമാസം മുമ്പാണ് ഇസ്രായേലിൽ വെച്ച് ജിനേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 30-ന് രേഷ്മയെ ബത്തേരി കോളിയാടിയിലെ വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. ജിനേഷിന്റെ മരണശേഷം ഇതേ സംഘം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതായും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും രേഷ്മ ബത്തേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഉന്നത ബന്ധങ്ങളാണെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.